ഹായ് ഫ്രണ്ട്സ്, ജീവനാണ്. ഞങ്ങൾ കാലത്തിന് ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമുക്ക് പോകേണ്ട ട്രെയിനാണിത്. ഏകദേശം പകുതി ദൂരം നമ്മൾ ട്രാവൽ ചെയ്തിട്ടുള്ളൂ. ഇനി പകുതി ദൂരം ഈ ട്രെയിൻ 2 മണിക്കൂർ കൊണ്ട് ഓടിയെത്തും. ഇന്നലെ രാത്രി ഞങ്ങൾ വന്ന ട്രെയിനാണ് കേട്ടോ. ആ ട്രെയിനിലല്ല വന്നത്, അതേപോലത്തെ ഒരു ട്രെയിൻ എടുത്തു. പതുക്കെ സ്പീഡ് കൂടി. നമുക്ക് ഈ 194 പോകുമ്പോൾ ഒരു 30-40 പോകുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. പതുക്കെ സ്പീഡ് കൂടി 300-ലേക്ക് എത്തി. 302, 304 പോകുമ്പോൾ നമുക്കൊരു 80-90 പോകുന്ന ഒരു ഫീല് കിട്ടുന്നുണ്ട്. ഞങ്ങൾ വിചാരിച്ചു എന്നുള്ള സൗണ്ടൊക്കെ ഉണ്ടാവും. ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നല്ല സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അമേസിങ്. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് ഇത് സംഭവിക്കുന്നൊക്കെ ഞാനൊന്ന് ആലോചിച്ചു. 2 മണിക്കൂർ ഷാർപ്പ് ടൈമിൽ തന്നെ എത്തി. 1 മിനിറ്റ് വൈകിയുണ്ട്. കൃത്യമായിട്ട് വഴിതെറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ അവിടേക്ക് എങ്ങനെ പോകേണ്ടതെന്ന് അവിടെ എഴുതി വെച്ചിട്ടാണ്, ഞാൻ പിന്നെ പറയാം. പിന്നെ ചൈനയിൽ നമ്മൾ ചാർജിങ് കേബിളുകളൊന്നും കാണില്ലേ. പകരം ഇങ്ങനെ നമുക്ക് വാടകയ്ക്ക് പവർ ബാങ്ക് എടുക്കാൻ പറ്റും. ഞങ്ങളൊരു പോലീസുകാരൻ്റെ അടുത്ത് ചോദിച്ചു, ഞങ്ങൾക്ക് ടാക്സി എവിടെ നിന്ന് കിട്ടാന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയി എത്തിച്ചു തന്നു. കണ്ട, ഈ മഞ്ഞ ലൈനിൽ നേരെ പോയി കഴിഞ്ഞാൽ ടാക്സി കിട്ടും. ഞങ്ങളാണെങ്കിൽ മറ്റ് ലൈനിൽ കൂടെ ഇങ്ങനെ പോയി. പുറത്തിറങ്ങിയപ്പോൾ വളരെ ഗ്രീനറിയാണ്, വളരെ ബ്യൂട്ടിഫുള്ളാണ്. മഴ പെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. റോഡൊക്കെ ക്ലീൻ, അതായത് ഒരു കുണ്ടും കുഴിയില്ലാത്ത റോഡും കാര്യങ്ങളൊക്കെയാണ്. നമ്മളെ ശരിക്കും ഞങ്ങൾ ചെന്ന സ്ഥലം ഞെട്ടിച്ചു. യുവിലാണ് ഞങ്ങളുള്ളത്. ഇപ്പോൾ ചൈന ഓരോ ദിവസവും നമ്മളതിനെ ഞെട്ടിച്ചു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.